രാത്രിയുടെ മറവിൽ കൂറ്റൻ മലകൾക്ക് നടുവിലുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു അത്. മുത്തലമട നോർത്ത്. കാറ്റിൽ ഇലകൾ മർമ്മരം ചെയ്യുന്നതൊഴികെ എല്ലാം നിശബ്ദമായിരുന്നു. അപ്പോഴാണ് ആ വിചിത്രമായ സംഭവം അരങ്ങേറിയത്. ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന സ്ത്രീയായ നാണിയമ്മ പുലർച്ചെ തന്റെ വീടിന്റെ പൂമുഖത്തിട്ടിരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നതായി കാണപ്പെട്ടു. പക്ഷേ അവർ ജീവിച്ചിരുന്നില്ല. അവരുടെ കണ്ണുകൾ തുറന്നിരുന്നു, എങ്ങോട്ടോ തുറിച്ചുനോക്കുന്ന പോലെ. നാണിയമ്മയുടെ മരണം ഗ്രാമത്തിൽ ഭീതി പടർത്തി. കാരണം അവരുടെ മുഖത്ത് ഒരു ഭയത്തിന്റെ ലാഞ്ചന ഉണ്ടായിരുന്നു. എന്തോ ഭീകരമായ കാര്യം കണ്ടതുപോലെ. തൊട്ടടുത്ത ദിവസങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായി. ഓരോരുത്തരുടെയും മുഖത്ത് ഒരേ ഭാവം, അളക്കാനാവാത്ത ഭയം. ഗ്രാമത്തിലെ യുവാവായ വിനോദ് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ തീരുമാനിച്ചു. അവൻ രാത്രികളിൽ ഉണർന്നിരുന്നു, നിരീക്ഷിച്ചു. ഒരു രാത്രി അവനൊരു നിഴൽ കണ്ടു. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു രൂപം. അത് ഓരോ വീടിന്റെയും മുന്നിൽ നിമിഷനേരം നിൽക്കുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്തു. വിനോദ് ആ നിഴലിനെ പിന്തുടർന്നു. അത് ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ഒരു പഴയ ആളൊഴിഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവൻ കണ്ടു. ധൈര്യം സംഭരിച്ച് അവൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. അവിടെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ ഒരു രൂപം കണ്ടു. അതൊരു മനുഷ്യനല്ലായിരുന്നു. തലയില്ലാത്ത ഒരു രൂപം, കയ്യിൽ ഒരു പഴയ വിളക്കുമായി നിൽക്കുന്നു. ആ വിളക്കിൽ നിന്നുള്ള വെളിച്ചം പതിക്കുന്നവരുടെ മുഖത്താണ് ഭയം നിറയുന്നത് എന്ന് വിനോദിന് മനസ്സിലായി. വിനോദ് ഒരു നിലവിളിയോടെ പുറത്തേക്ക് ഓടി ഗ്രാമവാസികളെ വിളിച്ചുണർത്തി. എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയെങ്കിലും അവിടെ ആ രൂപം ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് രാത്രി ആരും മരിച്ചില്ല. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ ഒരു കിണറ്റിൽ നിന്ന് ഒരു പഴയ വിളക്ക് കണ്ടെത്തി. അത് നാണിയമ്മയുടെ ഭർത്താവിന്റേതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് രാത്രിയിൽ കാവൽ നിൽക്കുമ്പോൾ കാട്ടിൽ വെച്ച് അദ്ദേഹം മരിച്ചിരുന്നു. തലയില്ലാത്ത രൂപം അദ്ദേഹത്തിന്റേതാണെന്നും ആ വിളക്കിലെ വെളിച്ചമാണ് മരണകാരണമാകുന്ന ഭയത്തിലേക്ക് നയിക്കുന്നതെന്നും ഗ്രാമീണർക്ക് മനസ്സിലായി. അവർ ആ വിളക്ക് നശിപ്പിച്ചു. പിന്നീട് ആ ഗ്രാമത്തിൽ ആരും ഭയന്ന് മരിച്ചതായി കേട്ടിട്ടില്ല.